കൊണ്ട് ഒന്ന് പറയാൻ പറ്റുമോ? ഖുർആൻ അപ്പുറമായിട്ട് സ്വാതന്ത്ര്യവും സ്ഥാനവും മഹത്വവും നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിന് നിങ്ങൾക്ക് വരച്ചു കാട്ടാൻ പറ്റുമോ? നൂറ്റാണ്ടുകൾ പലതും പിന്നിട്ടു. 21ാം നൂറ്റാണ്ടിലെ ഈ അവസ്ഥയിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ, അറിവിന്റെ പടഗോപുരങ്ങളിലേക്ക് മനുഷ്യൻ ചെന്ന് കയറുന്ന സാഹചര്യത്തിൽ ഞാനിതാ വെല്ലുവിളിയായിട്ട് ചോദിക്കുന്നു, ഖുർആന് തുല്യമായിട്ട് ഒരു പെണ്ണിന് സ്ഥാനം കൊടുത്ത ഒരു ഗ്രന്ഥത്തിനെയോ ഒരു പ്രത്യേക ശാസ്ത്രത്തിനെയോ എടുത്ത് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റൂല, പറ്റൂല, പറ്റൂല. അതാണ് ഖുർആൻ. ഖുർആനിലേക്ക് നിങ്ങൾ വരണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്താ ഖുർആൻ നിങ്ങളോട് പറഞ്ഞത്? എന്താണ് ഖുർആൻ പറഞ്ഞത്? തീർന്നില്ല. ഖുർആന്റെ വ്യാഖ്യാനമാണല്ലോ അള്ളാന്റെ ഹബീബ്. അള്ളാഹുന്റെ ഹബീബ് ഖുർആന്റെ വ്യാഖ്യാനമാണല്ലോ, വിശദീകരണമാണല്ലോ. ഹബീബ് പെണ്ണിന് കൊടുത്ത സ്ഥാനം ഏതാ? ലോകത്തുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠയായ പെണ്ണാരാണ്? ആരാ ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ്? ഉമ്മ അല്ലേ? എന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ, നിങ്ങൾ ഓരോരുത്തരുടെയും ഉമ്മ. ഉമ്മയാണ് ശ്രേഷ്ഠ ലോകത്തിലെ. അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് വന്നുകൊണ്ട് ചോദിച്ചില്ല, യാ റസൂലല്ലാഹ്, ഞാൻ ആരോടാണ് ഗുണം ചെയ്യേണ്ടത്? എന്താ മറുപടി? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. ഒരു പെണ്ണിനോട്. വീണ്ടും ചോദിച്ചു, ഇനി ആരോട്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു, ഇനി ആരോട്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവൾ മാത്രമാ, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവായതാ. ശരിയല്ലേ? എന്താ ആദ്യത്തെ 3 സ്ഥാനം കൊടുക്കാൻ കാരണം? ഒന്ന്, ഉമ്മുക്ക, നിന്റെ ഉമ്മയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. രണ്ടാമതും ആര്? ഉമ്മുക്ക, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. മൂന്നാമതും ആരാ? ഉമ്മുക്ക, പാലും കൊടുത്ത് വളർത്തലും അവൾ മാത്രമാ, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവായതാ. പ്രസവിക്കുന്ന ഉമ്മ, പ്രസവിക്കുന്ന ഉമ്മ, ഉമ്മ സഹിക്കുന്ന ആ വേദന അറിയുമോ? 2 മില്ലിമീറ്റർ കനം വരുന്നൊരു സിത്താണ്ടമല്ലുണ്ട്, ബീജത്തുള്ളി ഉണ്ടല്ലോ. 20 ലക്ഷത്തോളം വരുന്ന ബീജാണുക്കളും 19,999 ആകുന്ന ബീജാണുക്കൾ നശിച്ചു പോയിട്ട് ഒരൊറ്റ ബീജാണുമായിട്ട് അണ്ടാശയത്തിലൂടെ കടന്നു വന്ന് ഗർഭാശയത്തിൽ എത്തിച്ചേരുന്ന മില്ലിമീറ്റർ കനം പോലും വരാത്ത ആ സിത്താണ്ടത്തെ അവസാനം 3 കിലോ ഭാരം വരുന്നൊരു കുഞ്ഞായിട്ട് കൊണ്ടു നടക്കുകയാണ്. ഉമ്മയെ കുറിച്ച് അറിയണം. 2-2.5 കിലോ 3 കിലോ ഉള്ള ഭാരമായിട്ട് ഉമ്മ നടക്കുകയാണ് 6 മാസം കഴിഞ്ഞത് മുതൽ. ഒരു സ്ത്രീയെ കൊണ്ട് നടക്കുക. 1/2 കിലോ വെയിറ്റുള്ള ഒരു പടി, ഒരു വെയിറ്റുള്ള സാധനം എത്ര സമയം കയ്യിൽ വെച്ചിരിക്കാൻ പറ്റും? 1/2 കിലോ വെയിറ്റുള്ള ഒരു സാധനമേ ഈ കയ്യിൽ എത്ര സമയം വെച്ചിരിക്കാൻ പറ്റും? എത്ര സമയം വെച്ചിരിക്കാൻ പറ്റും സാറേ? എത്ര പറ്റും? 5 മിനിറ്റ്. 5 മിനിറ്റോ? 3-4 മിനിറ്റ് ആകുമ്പോ ഇടത് കയ്യിലോട്ട്, ഇടത് കയ്യിൽ നിന്ന് വലത് കയ്യിലോട്ട് അങ്ങോട്ട് മാറ്റി മാറ്റി, അല്ലേ? ശരിയല്ലേ? ഈ ഉമ്മ കൊണ്ട് നടക്കണതോ 2.5 കിലോ ഉള്ള സാധനം, കുഞ്ഞ് 4 മീറ്റർ വീതിയും 4 സെന്റിമീറ്റർ വീതിയും 5 സെന്റിമീറ്റർ നീളമുള്ള ഗർഭാശയം, ഒരു ഇത് എന്താ പയറിന്റെ വലിപ്പത്തിലുള്ളതായ ഒരു ഗർഭാശയം വളർന്ന് 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 അവസാനം 3 കിലോ ഭാരമാകുന്നത് കുഞ്ഞിന് സഹിക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ. ചിലപ്പോ 3 കുട്ടികൾ കാണും ആ ഗർഭാശയത്തിൽ, ചിലപ്പോ 5 കുട്ടികൾ കാണും, ചിലപ്പോ 7 കുട്ടികൾ കാണും. 7 കുട്ടികൾക്കും കൂടി ഒരാൾക്ക് 2 കിലോ വെച്ച് 14 കിലോ കുട്ടികളെ സഹിച്ചുകൊണ്ട് കിടക്കുന്ന ക്ഷമയോടുകൂടി കിടക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? ഒന്ന് ചരിയാൻ പറ്റുമോ? ഒന്ന് നല്ല വൃത്തി ആഹാരം കഴിക്കാൻ പറ്റുമോ? ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? ഉമ്മയ്ക്ക് പറ്റുമോ ഒന്ന് നേരെ ചവ്വേ ഉറങ്ങാൻ? ഒന്ന് ചരിഞ്ഞു കിടക്കാൻ പറ്റുമോ? നേരെ ചവ്വേ ഇഷ്ടപ്പെട്ട ആഹാരം ഭുജിക്കാൻ പറ്റുമോ? പറ്റൂല. അത്രത്തോളം ക്ഷമയുടെ നെല്ലിപ്പലകളുണ്ട്. എല്ലാം സഹിച്ച് ആ ഉമ്മ ഇങ്ങനെ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുന്ന കൊണ്ടാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, അൽ ജന്നത്തോ തഹ്ത അഖ്ദാമിൽ ഉമ്മ. 'അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മ'. 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 'അ
വീട്ടിനകത്തുള്ള ഉമ്മയുണ്ടല്ലോ, വീട്ടിനകത്തുള്ള അമ്മയുണ്ടല്ലോ, ആ ഉമ്മയ്ക്കുള്ളതായ ചാരിത്രത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജനിച്ചു വീഴുന്ന 22 വയസ്സുള്ള പൊന്നുമോന് പോലും കഴിയാതെ വരുന്ന കാലഘട്ടത്തില് കൂട്ടുകാരോടൊപ്പം വന്നുകൊണ്ട് ഉമ്മാടെ കുളിക്കുന്ന സീനത അപ്ലോഡ് ചെയ്തുകൊണ്ട് നെറ്റിലേക്കിടുന്ന വർത്തമാന കാലഘട്ടത്തില് മാതാവിന്റെ ചാരിത്രത്തിനെ പോലും വിൽപ്പന ചരക്കായി മാറ്റുന്ന മക്കളുള്ള കാലഘട്ടത്തില് വീട്ടിനകത്ത് പോലും ഉമ്മാന് സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാത്ത കാലഘട്ടത്തില് ഉമ്മായ പിറകെ നടന്നുകൊണ്ട് ശല്യം ചെയ്യുന്ന ആൺമക്കളുള്ള കാലഘട്ടത്തില് ആ പൊന്നുമ്മ എന്ന് പരിലാളിക്കാനൊന്ന് പരിപോഷിക്കാൻ അവർക്കുള്ള വാത്സല്യം കരുണയും ഒന്ന് കൊടുക്കാൻ, അവരോടൊന്ന് സ്നേഹം കടിക്കാൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാൻ, അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിയാ, അവർക്ക് ആശ്വാസം കൊടുക്കാൻ, അവരുടെ മാറിടത്തിലേക്കൊന്ന് ചാഞ്ഞു തെരിഞ്ഞു കിടന്നുള്ള കാലഘട്ടത്തിനപ്പുറമായിട്ട് വർത്തമാന കാലഘട്ടത്തിന്റെ എല്ലാവിധത്തിലുള്ള ലൈംഗിക ചുമകളും തൊട്ട് മനസ്സാക്കിക്കൊണ്ടുവരുന്ന വരും തലമുറയെല്ലാം ചുംബന രംഗങ്ങളുമായി പുറത്തേക്ക് വരുമ്പോൾ എവിടെ ഉമ്മ, എവിടെ സഹോദരി, എവിടെ പെങ്ങള്, എവിടെ മകള്? മകൾക്ക് സ്ഥാനമില്ല, ഉമ്മക്ക് സ്ഥാനമില്ല, സഹോദരിക്ക് സ്ഥാനമില്ല. സഹോദരിയുടെ മനസ്സിനെ തള്ളി തകർക്കുന്ന, അവളെ മാനഭംഗപ്പെടുത്തുന്ന സഹോദരന്മാരുള്ള വർത്തമാന കാലഘട്ടത്തില്, ഉമ്മാടെ മാനഭംഗപ്പെടുത്തുന്ന മകനുള്ള കാലഘട്ടത്തില്, പൊന്നുമോളെ മാനഭംഗപ്പെടുത്തുന്ന പിതാവുള്ള കാലഘട്ടത്തില് വല്ലാത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ 14 പെണ്ണെന്ന വർഗത്തിന്റെ സ്ഥാനത്തിനെ കുറിച്ച് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തതെന്താ? ആരാണ് ഉമ്മ എന്നറിയുമോ? ആരാണൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത പെണ്ണാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തുള്ളൊരു പരിഷ്കർത്താവും പറയാത്ത, ലോകത്തുള്ളൊരു പരിഷ്കർത്താവും പറയാത്ത, ഒരു നവോത്ഥാന നായകനും രേഖപ്പെടുത്താത്ത, ഒരാളും പറയാത്ത വചനം അല്ലാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ടിന് മുമ്പ് ലോകത്തുള്ള ഉമ്മാക്ക് കടന്നു വരുന്ന ക്ഷീണത്തിന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞതെന്താ? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം വേണോ? സ്വർഗം വേണോ? പെണ്ണിന്റെ സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കുക. സ്വർഗം വേണോ? സ്വർഗം സ്വർഗം വേണമെങ്കിൽ ആകാശത്ത് നോക്കലില്ല. സ്വർഗം വേണാൻ വേണ്ടി സൈലന്റ് വാലി ചെല്ലാനല്ല. സ്വർഗം കാണാൻ വേണ്ടി കാശ്മീരിൽ പോകാനല്ല. സ്വർഗം കാണാൻ വേണ്ടി ആസ്ട്രേലിയയിലോ സ്വിറ്റ്സർലാൻഡിലോ ന്യൂസിലാൻഡിലോ പോകാനല്ല. സ്വർഗം കാണാൻ ലോകത്തിന്റെ നാനാഭാഗത്ത് പോകേണ്ടതില്ല. സ്വർഗം ഉമ്മയിലാണ്. സ്വർഗം ഉമ്മയിലാണ്. സ്വർഗം ഉമ്മയെ തിരിച്ചറിയുന്നതിലാണ്. സ്വർഗം ഉമ്മയെ സേവിക്കുന്നതിലാണ്. സ്വർഗം ഉമ്മയെ സഹായിക്കുന്നതിലാണ്. സ്വർഗം ഉമ്മയെ പരിപാലിക്കുന്നതിലാണ്. സ്വർഗം ഉമ്മയെ കാരുണ്യത്തിൽ കാണുന്നതിലാണ്. സ്വർഗം ഉമ്മയെ നോക്കുന്നതിലാണ്. സ്വർഗം ഉമ്മയെ സ്നേഹിക്കുന്നതിലാണ്. സ്വർഗം ഉമ്മയെ തിരിച്ചറിയുന്നതിലാണ്. അവിടെയാണ് സ്വർഗം. അവിടെയാണ് സ്വർഗം. ഇന്നത്തെ രാത്രി മാതാവ് നൊമ്പരപ്പെട്ടാൽ ആർക്കും രക്ഷയില്ല. ഇന്നത്തെ രാത്രി എന്തെങ്കിലും ഒരു അഹിതകരമാകുന്ന കാര്യം ഉമ്മയോട് ആർക്കെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ മഹത്വത്തെ മനസ്സിലാക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ആ ഉമ്മയുടെ പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ ഒരാൾ കിടന്നുറങ്ങരുത്. അള്ളാഹു നമ്മളെ ഉമ്മമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട, ഒരുപാട് നൊമ്പരപ്പെട്ട, ഒരുപാട് ദുരിതങ്ങൾ സഹിച്ച, ഉടനടിക്ക് മറുതൊടിയില്ലായിരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് നല്ല ഉടുപ്പുകൾ വാങ്ങിത്തന്ന, നല്ല ആഹാരം കഴിക്കാനില്ലാത്ത സമയത്തും പട്ടിണി കിടന്നിട്ട് ഞങ്ങൾക്ക് നല്ല ആഹാരം നൽകിയ, എല്ലാ വേദനകളും പ്രയാസങ്ങളും കടിച്ചമർത്തി ഞങ്ങളെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിച്ച, അവരുടെ സ്വന്തം സുഖങ്ങളെല്ലാം ത്യജിച്ചു വേണ്ടി ഞങ്ങളുടെ ചാരത്ത് ചൂടും ചോരും തന്ന് വളർത്തിയ അള്ളാഹുവെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ എല്ലാ ഖൈറുകളും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ കൂട്ടത്തിലിരിക്കുന്ന ആരുടെയെങ്കിലും ഉമ്മ അള്ളാഹുവെ ആരുടെ മണ്ണിലാണെങ്കിൽ, അള്ളാഹുവെ ഈ പ്രഭാഷണത്തിന്റെ ഫضല് കൊണ്ട്, അള്ളാഹുവെ ഈ പറയുന്ന മഹത്വത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മാട് ആ ഖബറിനെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ റഹ്മാനെ, സ്വർഗീയ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല ആ രീതിയിൽ സഹായിച്ച, ആ രീതിയിൽ ഉന്നതമായ സ്ഥാനം നിങ്ങൾക്ക് നൽകിയ വിശുദ്ധ ഖുർആനും വിശുദ്ധ പ്രവാചകനും ഒരുപാട് സ്ഥാനങ്ങൾ നിങ്ങൾക്ക് നൽകി, ഒരുപാട് മഹത്വങ്ങൾ നിങ്ങൾക്ക് നൽകി. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പരിപോഷിപ്പിച്ചു, സ്ഥാനം നൽകി. എന്താണ് നിങ്ങൾ മടക്കി കൊടുത്തത്? എന്താണ് നിങ്ങൾ മടക്കി കൊടുത്തത്? ആ വിശുദ്ധ ഖുർആൻ നിങ്ങളോട് കരാർ വെക്കുകയല്ലേ? എന്റെ വിഷയത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളോട് അല്ലാഹു തആല കരാർ വെച്ചിട്ടുണ്ടല്ലോ, ആ കരാർ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? കരാർ പൂർത്തിയാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത്യാവശ്യമായി ദുആ ചെയ്യേണ്ട ഒരു കാര്യം, മകന് മൂക്കിന് ഓപ്പറേഷൻ. അപ്പോ
ഓപ്പറേഷൻ ഇല്ലാതെ ശിഫയാകാൻ അവരെ പഠിപ്പിച്ച് ഉസ്താദാക്കാമെന്ന പ്രത്യേക ആഗ്രഹത്തോടു കൂടി ഒരു 500 രൂപ. ആ മൂക്കിന്റെ ഓപ്പറേഷൻ സുഖപ്പെട്ട് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെട്ട് വന്നാൽ ആ പൊന്നുമോനെ ഒരു മുത്തഅല്ലിമായിട്ട് ആക്കി അവനെ പഠിപ്പിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഉസ്താദാക്കി മാറ്റാൻ ഒരു 500 രൂപ സംഭാവന. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ അല്ലാഹുവേ, കരുണയുള്ള കൃപയുള്ള അല്ലാഹ്, നിന്റെ വിശുദ്ധ ഖുർആൻ പരാമർശം നടത്തുന്ന ഈ വിശുദ്ധ സദസ്സില് ആ പൊന്നുമോന്റെ മൂക്കിന്റെ രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഓപ്പറേഷന്റെ ആവശ്യമില്ലാതെ ശിഫയാക്കണേ അല്ലാഹ്. ഷാഫിയായ കാഫിയായ മുആഫിയായ അല്ലാഹ്, ഹബീബായ പ്രവാചകന്റെ ഹഖ് ജാബർക്കത്തുണ്ട് പടച്ചവനെ. ആ രോഗം ശിഫയാക്കിയൊരു നല്ല ആലിമായി ഉഖ്റവിയായ പണ്ഡിതനായി വളർന്നവരാ. ആ പൊന്നുമോന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരു സഹോദരന്റെ മാപ്പപേക്ഷ എത്രത്തോളമാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയെന്ന് വിശ്വസിക്കുന്നു ഉസ്താദേ. അതുകൊണ്ട് എന്റെ ഈ 5000 രൂപ ഒന്ന് വാങ്ങിയിട്ടൊന്ന് ദുആ ചെയ്യണേ എന്ന് ഈ ക്യാമ്പസിന്റെ അനാഥ മക്കൾക്കുള്ള സഹായമായിട്ട് 5000 രൂപ ആവശ്യമോ. എന്റെ മനസ്സ് തെറ്റ് ചെയ്തു എന്ന് പരിതപിക്കുന്നു, വിലപിക്കുന്നു. അതുകൊണ്ട് ദുആ ചെയ്യണം അല്ലാഹുവേ. കുറ്റബോധത്തിന്റെ മനസ്സായി, ദുഃഖാർത്ഥമാകുന്ന മനസ്സായി ആ പ്രിയപ്പെട്ട സഹോദരന്റെ ആ വേദന നീ അറിയുന്നുണ്ടല്ലോ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സിന്റെ വേദനകളും പ്രയാസങ്ങളും നീക്കി സകല ഭാവങ്ങൾ നീ മോചനം നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ ഉടമസ്ഥനാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും അനുഗ്രഹിക്കണേ റഹ്മാൻ. ശിഷ്ടകാല ജീവിതത്തിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഗൾഫിലുള്ള മകന് ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊരു വ്യക്തി 2000 രൂപ. അല്ലാഹുവേ, റഹ്മാനായ നാഥ, ഗൾഫിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ മകന് അനുയോജ്യമായൊരു ജോലി കൊടുക്കണേ അല്ലാഹ്. അനുയോജ്യമായൊരു ജോലി നീ നൽകണേ റഹ്മാനെ. കുടുംബത്തിന്റെ താങ്ങായി തണലായ പൊന്നുമോന് വളർന്നവരാ. ജോലിയിൽ ശ്രദ്ധിക്കാൻ, കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഈ മജ്‌ലിസിന്റെ ബർക്കത്തുണ്ട് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ശരീരത്തിന്റെ അസുഖം മാറാൻ, വയറ്റിന്റെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. അല്ലാഹുവേ, ഏതൊരു രോഗമാണോ ആ പെങ്ങളെ അലട്ടുന്നത്, ഏത് രോഗമാണോ ആ പെങ്ങളെ പ്രയാസത്തിലാക്കുന്ന പടച്ചവനെ, ആ പൊന്ന് പെങ്ങളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. വയറിനകത്തുള്ള മുഴുവൻ ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഹബീബായ പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് നീക്കി കൊടുക്കണേ തമ്പുരാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ്. അൽഫിയ ഫാത്തിമ എന്ന 5 വയസ്സായ മകൾ പനിയും കഫക്കെട്ടുമായി ആശുപത്രിയിലാണ്. നല്ല സുഖം പ്രാപിക്കുവാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണമെന്നൊരു വിനീതമായ അപേക്ഷ, ഒരു കമ്മലാണ് ആ ഉമ്മ നൽകിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വനബിയിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അല്ലാഹുവേ, കരുണയുള്ള കൃപയുള്ള അല്ലാഹ്, അൽഫിയ ഫാത്തിമ എന്ന 5 വയസ്സുകാരിയായ പൊന്നുമോളുടെ മുഴുവൻ രോഗങ്ങള് ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. ഏത് രോഗമാണെങ്കിലും നീ ശിഫയാക്കി പോകുന്ന ആരോഗ്യം കൊടുത്ത് ഓടിക്കളിച്ച് വളരാൻ, സന്മനസ്സുള്ള കുട്ടിയായി വളരാൻ ആ പൊന്നുമോൾക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. കാതിലണഞ്ഞിരിക്കുന്ന കമ്മല് നൽകിക്കൊണ്ട് മോളോടുള്ള ആ സ്നേഹം ആ ഉമ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, ആ പൊന്നുമോളെ കൊണ്ട് ഇരു ലോകത്തും ആ ഉമ്മയ്ക്ക് ഗുണം കൊടുക്കണേ അല്ലാഹ്. ആ ഉമ്മയ്ക്ക് നാളെ സ്വർഗത്തിൽ ഒരുപാട് ആടാവണം അണിയുവാ. നിന്റെ ഹബീബായ പ്രവാചകനെ കണ്ടുമുട്ടാൻ, പ്രവാചകന്റെ തൃക്കരങ്ങൾ ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കാൻ ആ ഉമ്മാക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളൊരു കാലാവധി വെച്ചുകൊണ്ട്, ഒരു 4 മാസത്തെ കാലാവധി വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ബർക്കത്തായി 4 മാസം കൊണ്ട് നിങ്ങൾ കൊടുത്താൽ മതി. 4 മാസം കൊണ്ട് ഒരു ബർക്കത്തായി ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഖബറിന്റെ മോക്ഷത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മരണസമയത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ടെന്ന്. ഓർമ്മയുണ്ടോ?
മരണസമയത്ത് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വാങ്ങിയത്. ആ മഴയത്ത്, കോരിച്ചൊരിയുന്ന മഴയത്ത് ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥന വന്നിട്ടാ പോയത്. അതാരെങ്കിലും ചൊല്ലുന്നുണ്ടോ? ഇന്നലെയും പറഞ്ഞു തന്ന ദുആകളെല്ലാം പറഞ്ഞു, ചൊല്ലുന്നുണ്ടോ? ഏതാ ദുആ അത്? മരണസമയത്ത് പിശാചിന്റെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ടൊരു പ്രാർത്ഥന പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റേജ് വിട്ടത്. ഓർമ്മയുണ്ടോ? ആ രാത്രി ഇടിമിന്നലോടുകൂടി മഴ പെയ്തിറങ്ങിയ ആ രാത്രിയിൽ ആ ദുആ മഴയത്തോട് ഒലിച്ചുപോയി കാണുമല്ലേ? ആ ഇടിമിന്നലോടുകൂടി അത് പോയി കാണുമെന്നാ തോന്നണേ. ഏതാ ദുആ? ഈ കൂട്ടത്തിൽ ആ ദുആ ഓർമ്മയുണ്ട്? ആരെങ്കിലും ഉണ്ടോ? അത് കൈമാത്രം വയ്ക്കാ മതി. ഓർമ്മയുണ്ടല്ലേ? ഏതാ ദുആ? ആ മാഷാ അല്ലാഹ്, ഇതാണ് ഫള്. ഞാൻ രക്ഷപ്പെട്ടു. ഇത്രയും മാസം കഴിഞ്ഞിട്ട് ആ വാഴതിന്റെ അസർ ഒരാളിൽ ഇങ്ങനെ ഓർമ്മ തള്ളി നിൽക്കുമ്പോ തീർച്ചയായിട്ടും ഞാൻ മരണം വരെയും പ്രഭാഷണം നടത്തും. അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഫ്അ ചെയ്യുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, ജനങ്ങൾക്ക് സൽവഴി കാണിച്ചു കൊടുക്കുന്ന, ഇഹലോകത്ത് ഉപകാരപ്രദമാകുന്ന വഅദ് നടത്താൻ, പ്രഭാഷണം നടത്താൻ അല്ലാഹു ഈ നാവിന് ശക്തി കിട്ടാൻ ആത്മാർത്ഥമായി നിങ്ങൾ കൈയുയർത്തുമ്പോൾ ഈ വിനീതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യാൻ അല്ലാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന ഇതിൽ ഒരാള് ഞാൻ ഭാഗ്യവാനാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. മരണത്തിന്റെ സമയത്ത് പൈശാചികമാകുന്ന ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോ ആകാശ സീമകളെ ഭേദിച്ചുകൊണ്ട് ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ട് ഇടതുഭാഗത്തും വലതുഭാഗത്തും ഉമ്മാന്റെ രൂപത്തിലും ബാപ്പാന്റെ രൂപത്തിലിരിക്കുന്ന പിശാചിനെ തള്ളിക്കളഞ്ഞിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സുസ്മേരവതനായി ലോകത്തുനിന്ന് വിട പറയാ. ഈ ദുആ നിത്യമാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. സത്യമാക്കോ? അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരണസമയത്തെല്ലാം രക്ഷപ്പെടാൻ ഒരൊറ്റ നീയത്ത് വെച്ചുകൊണ്ട് മനസ്സിനകത്ത് അല്ലെങ്കിൽ കഅബ കാണണമെന്ന് വനീറ എന്ന് പറയുന്ന ഈ വോളണ്ടിയർമാരുടെ ഇടയിൽ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സഹോദരി ഇന്നലെ ഒരു 6666 രൂപ നൽകിയിട്ട് പറഞ്ഞത്, ഇന്ന് വിളിച്ചിട്ട് ഉസ്താദെ ആഗ്രഹം ഇതാണ്, എനിക്ക് ഹബീബിനെ കാണണം. ഏത് ഹബീബ്? ഏതാ? അങ്ങാടിയിലെ ഹബീബ ആണോ? 5200 കിലോമീറ്റർ അകലെയുള്ള പച്ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് ലോകത്തെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ലോകത്തിന്റെ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വസ്റഹു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. പ്രപഞ്ചമാകുന്ന പനിനീർ പൂവനം വസന്തത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ അല്ലാഹു നൽകിയ വസന്തമേ, വസന്തോത്സവമേ, വസന്തത്തിൽ വിരിഞ്ഞ തേനേ, തേനിൽ വിരിഞ്ഞ ആനന്ദമേ, ആനന്ദത്തിൽ വിരിഞ്ഞ പരമാനന്ദമേ, പരമാനന്ദത്തിൽ വിരിഞ്ഞ കുസുമേ, കുസുമത്തിൽ വിരിഞ്ഞ തേനേ, മദീനയുടെ മന്ദമാരുത, മക്കയുടെ മണവാള സാഗരത്തിന്റെ സംഗീതമേ, മാനത്തിന്റെ ചുവപ്പേ, അമ്പിളിയുടെ നിലാവേ, ആമിനാബിയുടെ മുത്തുമണിയേ, അബ്ദുള്ളയുടെ കൺമണിയേ, ലോകത്തിന്റെ അനുരാഗമേ, ലോകത്തിന്റെ വെളിച്ചമേ, ലോകത്തിന്റെ പ്രേമഭാജനമേ, ലോകത്തിന്റെ ഹബീബേ, പ്രപഞ്ചത്തിന്റെ കാരുണ്യമേ, എല്ലാം കൂടി സമർപ്പിക്കാൻ ഒരേ ഒരു നായകനാണ് 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടോ ആ മനോഹരമാകുന്ന ജീവിതത്തിന്റെ ആൽപ്പൊരുളുകായി ലോകത്തെമ്പാടുമുള്ള ജനങ്ങളിൽ വന്നണയുമ്പോ അർണോൾഡ് എന്ന് പറയുന്ന പ്രവാചകനത് സിനിമ പിടിച്ചതായ പാശ്ചാത്യ സംവിധായകൻ അവസാന വിശുദ്ധ റൗദാ ശരീഫിന്റെ ചാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അർണോൾഡ് വണ്ടൂൻ എന്നറിയപ്പെടുന്ന പാശ്ചാത്യ ചിത്രകാരൻ, ചരിത്രകാരൻ, സംവിധായകൻ, പ്രവാചകനത് സിനിമ പിടിച്ചിട്ടുള്ള മനുഷ്യൻ അവസാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽക്കലേക്ക് വന്നുകൊണ്ട് പ്രവാചകൻ
പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ സഹോദര, ഹബീബിനെ കാണാനൊന്നൊരു യാത്ര പോകാനുള്ള നീയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് ഒരു 4 മാസത്തിനകത്ത് ഞാൻ 6666 രൂപ കൊടുക്കാമെന്നൊരു നീയത്ത് വെച്ചോ. എത്രയോ ആയിരങ്ങളാണ് മദീന കണ്ടത്, എത്രയോ നീയത്ത് വെച്ചുകൊണ്ടാണ് മദീനയിലേക്ക് പോയത്. വല്ലാഹി വല്ലാഹി ഈ റബീഇന്റെ പൊന്നും മനോഹരമാകുന്ന രാവിലുണ്ടല്ലോ, വസന്തം പൂത്തുലയുന്ന രാവിലുണ്ടല്ലോ, മനസ്സിന്റെ അകതാര നീയത്ത് വെച്ചോ. എന്താ നീയത്ത്? എന്റെ ഹബീബിനെ ചെന്ന് കാണണം, എന്റെ ഹബീബിനെ ചെന്ന് കാണണം. ഒരൊറ്റ നയാ കാശ് പോലും ചെലവാക്കാതെ ആഗ്രഹം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ, സാമ്പത്തികമായ പടച്ച മുമ്പിൽ എന്റെ കൈനീട്ടാൻ ഒന്നുമില്ലാതിരുന്ന ഞാന് അവസാനം ഒരാള് വന്നുകൊണ്ട് ഉസ്താദേ പോകണമെന്ന് പറയുമ്പോ പാസ്പോർട്ട് പോലും 1 രൂപ കൊടുത്ത് ഞാൻ ചെലവാക്കേണ്ടി വന്നില്ല. ഹബീബിനെ കാണണമെന്നുള്ള അത്യാഗ്രഹമുണ്ടല്ലോ. 15ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ സ്വലാത്ത് താജ്, 15ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ പ്രവാചകന്റെ നഗരി ചെല്ലണമെന്നുള്ള മോഹമുണ്ടല്ലോ, അലതല്ലാതെ മനസ്സിൽ അലയടിച്ചപ്പോ അവസാനം 27ാമത്തെ വയസ്സിലേക്ക് ഒരാളതാ സ്വപ്നലോകത്തുനിന്ന് വന്നിറങ്ങുന്നത് പോലെ ഒരു നാണയത്തൊട്ട് പോലും ചെലവഴിക്കാറില്ലാതെ എത്രയോ സദസ്സുകളിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് അവസാന ഹബീബായ തങ്ങളുടെ റൗളാ ശരീഫിലേക്ക് പോകുമ്പോ ഒരു വ്യാഴാഴ്ച ദിവസമാണ് എനിക്ക് അവിടെ എത്താൻ പറ്റിയത്. വൈകുന്നേരത്ത് തിരിച്ച് അവസാനം രാത്രി 1 മണിയോടുകൂടി വിശുദ്ധ മദീന നഗരിയുള്ള ഹോസ്റ്റലിലേക്ക് ചെന്ന് കയറുമ്പോ എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ എന്റെ മനസ്സിന്റെ അകത്തളത്ത് ഉറക്കം വരുന്നില്ല, എന്റെ മനസ്സ് സങ്കടത്തിലാണ്. എല്ലാവരും പറഞ്ഞ് സുബഹിക്ക് പോയി കാണാമെന്ന് പറഞ്ഞപ്പോ, സുബഹിക്ക് ചെന്ന് സിയാറത്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ നാട്ടിൽ വന്നിട്ട്, രാജകുമാരന്റെ നാട്ടിൽ വന്നിട്ട് ആ രാജകുമാരന്റെ മുമ്പിൽ മുഖം കാണിക്കാതെ, രാജകുമാരനോടൊന്ന് സംസാരിക്കാതെ, രാജകുമാരനോടൊന്ന് സലാം പറയാതെ എന്തുറക്കമാണെന്ന് എഴുതിക്കൊണ്ട് അവസാനം അല്ലാ 1 മണിക്ക് കുളിച്ചൊരുങ്ങിക്കൊണ്ട് വെള്ള കമ്മീസ് ധരിച്ചിട്ട് തലപ്പാവ് ധരിച്ചുകൊണ്ട് അത്ര പൂശിക്കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ള വസ്ത്രത്തിലായിട്ട് മെല്ലെ നടന്നുപോയി വിശുദ്ധമാകുന്ന മദീന ആദ്യമായിട്ട് കാണുകയാണ്. ഒരുപാട് നഗരങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും എന്റെ മനസ്സിന്റെ അകതാരെ ഒളിമങ്ങാതെ മറയാതെ നിൽക്കുന്ന സ്ഥലമേതെന്ന് ചോദിച്ചാൽ 268 വെള്ളക്കുടകൾ നിവർന്നു വരുന്ന പച്ചക്കുപ്പ യശസ്സുയർത്തി നിൽക്കുന്ന വിശുദ്ധ മദീന നഗരിയുണ്ടല്ലോ. അതിലൂടെ മെല്ലെ നടന്ന അവസാനം ബാബുസലാമിലൂടെ ചെന്നു. ആയിരങ്ങൾ കാത്തു നിൽക്കുന്ന മനോഹരമാകുന്ന ദൃശ്യം കണ്ടപ്പോ കണ്ണറിയാതെ നിറഞ്ഞുപോയി. ആ നിറഞ്ഞ കണ്ണുകളുമായി മദീനയ്ക്കകത്തോടെ നടന്നു വരികയാണ്. എന്റെ ഹബീബ് നടന്നുപോയ സ്ഥലമാണല്ലോ, എന്റെ ഹബീബ് കിടന്നിറങ്ങിയ സ്ഥലമാണല്ലോ, എന്റെ ഹബീബിന്റെ ശ്വാസം നിൽക്കുന്ന സ്ഥലമാണല്ലോ, എന്റെ ഹബീബിന്റെ മനോഹരമാകുന്ന മണം നിൽക്കുന്ന സ്ഥലമാണല്ലോ, എന്റെ ഹബീബിന്റെ പ്രഭാഷണങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ച സ്ഥലമാണല്ലോ, എന്റെ ഹബീബിന്റെ മനോഹരമാകുന്ന മന്ദസ്മിതം തൂകിയ സ്ഥലമാണല്ലോ, എന്റെ ഹബീബിന്റെ കാർക്കോന്തലകൾ ഓടിക്കളിച്ച സ്ഥലമാണല്ലോ, എന്റെ ഹബീബിന്റെ മനോഹര ജീവിതത്തിന്റെ ആകത്തുക ഇവിടെയാണല്ലോ. അവിടെ വന്നിട്ട് ബാബുസലാമിലൂടെ കടന്നിട്ട് എല്ലാവരും കൊതിയോടുകൂടി കാത്തിരിക്കുന്ന റൗളത്തും മിൻ റിയാദിൽ ജന്ന, ആ റൗളാ ശരീഫിന്റെ മനോഹരമാകുന്ന അകത്തളമുണ്ടല്ലോ, പാൽവർണ്ണത്തിൽ പച്ച നിറത്തോടുകൂടി കലർന്നിരിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മാബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറും എന്റെ മിമ്പറിനും ഇടയിലുള്ള ഭാഗമാകുന്നത് അത് സ്വർഗീയ ഭാഗമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ സ്വർഗത്തിലൊന്നിരിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി കാത്തുനിന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ജീവിതത്തിന്റെ ആദ്യത്തെ സന്ദർഭമാണ്. അല്ലാഹു ജല്ല ജലാലുഹു സഹായിച്ച് കാരണമെന്നറിയുമോ, 450 കിലോമീറ്റർ വഴി ദൂരമുള്ള ബസ്സിലൂടെ ഇരിക്കുമ്പോ ഈയുള്ളവന്റെ മനസ്സിന്റെ അകതാരിൽ സ്വലാത്തിന്റെ 1000 ആത്മഹർഷമായിരുന്നു. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നു, കണ്ണു നിറഞ്ഞുകൊണ്ടേയിരുന്നു. അല്ലാഹു ആദ്യമായി കയറുമ്പോ തന്നെ റൗളാ ശരീഫിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണയെന്ന് അവസാന റൗളാ ശരീഫിലേക്ക് കയറിയിട്ട് എവിടെയാണ് കിട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിന്റെ സ്പർശനം ഏറ്റുവാങ്ങിയ മിഹ്റാബുണ്ടല്ലോ, ഹബീബ് നിന്ന് നിസ്കരിച്ച മിഹ്റാബുണ്ടല്ലോ, ആ മിഹ്റാബിന്റെ ഭാഗത്ത് നിന്ന് നിസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർത്തുപോയി. അബൂബക്കർ തങ്ങൾക്ക് അവസരം ലഭിച്ചപ്പോ ഹബീബായ പ്രവാചകൻ എന്ന സ്ഥലത്ത്
അല്പം മാറിയാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് അബൂബക്കർ തങ്ങളുടെ പരമ്പര സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആ മിഹ്റാബിൽ നിന്ന് അല്പം മാറി നിസ്കരിച്ചുകൊണ്ട് ഒരുപാട് സമയം പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് അവസാന ഹബീബിന്റെ ചാരത്തേക്ക് വന്നിട്ട് ഹബീബിന്റെ മുഖത്തുള്ള ദ്വാരഭാഗത്തേക്ക് നോക്കിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ ആയിരക്കണക്കിന് ജനങ്ങളതാ കാത്തു നിൽക്കുകയാണ്. യൂറോപ്യനുണ്ട്, വടക്കേ അമേരിക്കക്കാരനുണ്ട്, തെക്കേ അമേരിക്കക്കാരുണ്ട്, മുടി ചുരുണ്ടവനുണ്ട്, മുടി നീളമുള്ളവനുണ്ട്, വെളുത്തവനുണ്ട്, കറുത്തവനുണ്ട്, തടിച്ച ചുണ്ടുള്ളവനുണ്ട്, ജപ്പാൻകാരനുണ്ട്, ഇന്തോനേഷ്യക്കാരനുണ്ട്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആയിരക്കണക്കിന് ജനങ്ങള് അല്ലാഹുവിന്റെ ഹബീബിനൊന്ന് മുഖം കാണിക്കാ, ഹബീബിനോട് സലാമെന്ന് പറയാ, ഹബീബിനെ മനസ്സിലൊന്ന് ഏറ്റുവാങ്ങാ, കാത്തു സൂക്ഷിച്ചിരുന്ന മുഴുവൻ സ്വപ്നങ്ങളും ഒന്ന് വിരാജിക്കാൻ വേണ്ടി റൗദാ ശരീഫിന്റെ മുൻഭാഗത്ത് വന്ന് നിൽക്കുമ്പോ ഞാനിതാ ആണയിട്ട് പറയുന്ന എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമുണ്ടല്ലോ, അതുപോലത്തെ സൗഭാഗ്യം മറ്റൊരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതാ സാക്ഷിയായിക്കൊണ്ട് നിങ്ങൾ പറയുന്നു, ആരാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗദാ ശരീഫ് കാണണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ സദസ്സിന്റെ ഓരോ ഭാഗത്തുനിന്ന് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിന്റെ സഹായസ്ഥമായിട്ട് 6666 രൂപ ഉസ്താദേ 4 മാസത്തിനകത്ത് ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൂടെ കടന്നു വരുന്ന ആരൊക്കെയുണ്ട്? ബിസ്മില്ലാ. ആദ്യത്തെ പ്രവാചക സ്നേഹി ആരാണ്? ഈ റബീഇന്റെ ആദ്യ രാവിലെ ഞാൻ ചോദിക്കാം, ഇതിനകത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ ചെന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമ്പത്തല്ല വർഷം പടച്ചവന്റെ തൗഫീഖാണ്. ദുആ ചെയ്യുക. ആ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ 4 മാസം വരെ സമയം, 4 ഇത് വാഗ്ദാനമാണ്, കരാറാണ്. നിങ്ങളെ ഫോൺ നമ്പർ കൊടുക്കുക, അവർ വിളിക്ക് 4 മാസത്തിനകത്ത് കൊടുത്താൽ മതി. 6666 രൂപ ഓരോ മാസം വെച്ച് നോക്കിയിരുന്നാലും ഒരു 2000 രൂപയ്ക്കകത്ത് വെച്ച് കൊടുത്തിരുന്നാൽ മതി. പെട്ടെന്നാകട്ടെ. ഉദവി ഉസ്താദി വോളണ്ടിയർമാരെ ആ രീതിയിലൊന്ന് പരിപോഷിച്ച് സഹോദരിമാരുടെ ഇടയിൽ ആരൊക്കെ ഉണ്ടോന്ന് എഴുതി പെട്ടെന്ന് കൊണ്ടുവന്നാൽ അവർക്കെല്ലാം വേണ്ടി. കുഞ്ഞഹമ്മദ് എന്ന സഹോദരൻ 6666 രൂപ കൊടുക്കാമെന്ന ആഗ്രഹം എന്താണ്? റൗദയിൽ ചെന്ന് ഹബീബായ തങ്ങളെ കണ്ട് സലാം പറയണം. അൽഹംദുലില്ലാഹ്. اللهم صل على سيدنا محمد. അർഹമുറാഹിമീനായ അല്ലാഹുവേ, കരുണയുള്ള കൃപയുള്ള അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, കുഞ്ഞഹമ്മദ് എന്ന സഹോദരൻ പഠിച്ചവനെ നിന്റെ ഹബീബിന്റെ റൗദ കാണാനുള്ള കൊതിയോടുകൂടി നിന്റെ മനോഹരമാകുന്ന ഈ സദസ്സിന് വേണ്ടി, ഈ കൊട്ടാരത്തിലേക്കുള്ള മനോഹരമാകുന്ന ക്യാമ്പസിന് വേണ്ടി അല്ലാഹുവേ കൊടുത്ത സഹായം നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരൻ എത്രയും പെട്ടെന്ന് റൗദ കാണാൻ, റൗദ ശരീഫിനകത്തൊന്നിരുന്ന് നിസ്കരിക്കാ, അവിടെ നിന്നുകൊണ്ട് പ്രവാചകന്റെ സലാത്തിന്റെ പ്രകീർത്തനങ്ങൾ നടത്താൻ, ഹബീബിനെ നേർക്കേറെ കണ്ടുകൊണ്ട് സലാമൊന്ന് പറയാ, ഹബീബിനോടുള്ള സ്നേഹമൊന്ന് പങ്കുവെക്കാൻ, അവിടെ കിടന്നിട്ട് ഹബീബായ തങ്ങളെ ഒന്ന് സ്വപ്നം കാണാ. ഈ 6666 എന്ന സദക്കയുടെ മഹത്വം കൊണ്ട്, ഫضل കൊണ്ട്, ഔദാര്യം കൊണ്ട് അല്ലാഹുവേ ഇവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങളിൽ ആമീനുണ്ടല്ലോ അല്ലാ, ആമീനിന്റെ മഹത്വം കൊണ്ട് പടച്ചവനെ നീ ഭാഗ്യം കൊടുക്കണേ റബ്ബേ. ഒരു സഹോദരി 6666 രൂപ ഹജ്ജിനും കൂടെ ഉണ്ട്. അസ്ലം എന്ന സഹോദരൻ 6666 രൂപ. പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സ്ത്രീ 6666 സൈനബായിക്ക്. കുട്ടികളെ രോഗം പ്രാർത്ഥിക്കാൻ 100 രൂപ. പ്രത്യേകം ദുആ ചെയ്യാൻ 1000 രൂപ. വിദേശത്തെ ഭർത്താവിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഭാര്യയുടെ രോഗശമനത്തിനും വിദേശത്തുള്ള മകന്റെ ജോലിയിൽ ഉയർച്ചയ്ക്കും ബർക്കത്തിനും കിട്ടാൻ വേണ്ടി, കുടുംബാംഗങ്ങളുടെ പരലോകമോക്ഷത്തിന് വേണ്ടിയൊക്കെ പ്രത്യേക ദുആ. ഒരു സഹോദരൻ 10000 രൂപ. കുഞ്ഞമ്മ സഹോദരൻ 6666 പെട്ടെന്ന് എഴുതി കൊണ്ടുപോയി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമുറാഹിമീനായ അല്ലാഹുവേ, കരുണയുള്ള കൃപയുള്ള അല്ലാഹ്, കാരുണ്യവാനായ തമ്പുരാനെ,
ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ റൗള കാണണം, ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹത്തിന്റെ പുറത്തിന് നിന്റെ ദീനീ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന നൽകിയിരിക്കുന്ന അല്ലാഹ്, അവിടെ അകതാരിൽ മുട്ടിട്ടിരിക്കുന്ന ആ സ്വപ്നമുണ്ടല്ലോ റബ്ബേ, കോടിപതികൾക്ക് നടക്കാത്ത ആ സ്വപ്നമുണ്ടല്ലോ അല്ലാഹ്, സമ്പത്തുണ്ടായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ നഗരി കാണാനും സലാം പറയാനും ജന്നത്തുൽ ബഖീൽ സിയാറത്ത് നടത്താനും ഭാഗ്യം കിട്ടാത്തവരുണ്ടല്ലോ, അവർക്കപ്പുറമായി ഉള്ള ഒരു കാശ് സ്വതക്ക കൊടുത്തുകൊണ്ട് ഹബീബിന്റെ ചാരത്തൊന്നു പോകാ. ഈ നൽകിയിരിക്കുന്ന എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് ഓടി ഒന്നണയാ, ഹബീബിനോട് സലാം പറഞ്ഞ് സന്തോഷിക്കാ, ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ അവിടെ നിന്ന് ആലപിക്കാ, ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചേരാ, മനസ്സുകൊണ്ട് ഹബീബിനോട് ഒട്ടിച്ചേരാ. നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. രോഗികളുടെ രോഗം മാറാനായിട്ട് പലരുമുണ്ട് റഹ്മാനെ, ആ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണമായ ശിഫ നീ നൽകണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങൾക്കും നീ മാറ്റം നൽകി ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ടപ്പോഴൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ, ആ ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മരണപ്പെട്ടവർക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ് എത്രയുണ്ട്? കറന്റ് മീറ്റർ റിസാഖ് 6666 രൂപ. സുബൈർ തോണിക്കടവത്ത് ഒരു കുട്ടിയുടെ സ്പോൺസർഷിപ്പ് 12,000 രൂപ. അഷ്റഫ് സാറാസ് ഹൗസ് 6666 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരൻ നിയാസിന്റെ ഉപ്പ 6666 രൂപ. KK ഉമ്മർ മാസ്റ്റർ 5000 രൂപ. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ അല്ലാഹു, കരുണയുള്ള കൃപയുള്ള അല്ലാഹ്, ഒരുപാട് പേര് മദീനയെ സ്വപ്നം കണ്ടുകൊണ്ട് നൽകിയിരിക്കുന്ന ഈ സംഭാവനകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ഇടങ്ങേറുകൾ, കടങ്ങളെല്ലാം നീ മാറ്റിക്കൊടുത്ത് അവരുടെ ആഗ്രഹമാകുന്ന റൗളാ ശരീഫിലേക്ക് ചെന്നണയാ. നീ മഹത്തായ ഭാഗ്യമൊരുക്കണേ അല്ലാഹ്, മഹത്തായ സൗഭാഗ്യമൊരുക്കണേ അല്ലാഹ്, മഹത്തായ സൗഭാഗ്യമൊരുക്കണേ അല്ലാഹ്. അവിടെ കാലുകൾ റൗളാ ശരീഫിലൊന്ന് പതിയാ. മഹാന്മാര് വന്നണഞ്ഞ ആ സ്ഥലത്തേക്ക് പാപികളാകുന്ന ഞങ്ങൾക്കൊന്ന് വന്നണയാ. നീ ഭാഗ്യം ചൊരിയണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ്. രണ്ട് സ്ത്രീകൾ 2 മോതിരം നൽകിയിരിക്കുക. മാഷാ അല്ലാഹ്. കൊണ്ട് പെട്ടെന്നുണ്ടോ? ഇതേപോലെ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹബീബിന്റെ കാണാനുള്ള ആഗ്രഹത്തിൽ കൊടുത്തോളി. തീർച്ചയായിട്ടും കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് കൊടുക്കാനുള്ളത്. ലന്തനാലു ബിർറ ഹത്താ തുൻഫിഖു. അല്ലേ സാർ? പേര് പറയാത്തൊരു സഹോദരി 6666 രൂപ 4 മാസം കൊണ്ട് തരാമെന്ന് റൗളാ ശരീഫ് കാണണം. അതുപോലെ 2 സഹോദരിമാർ 2 മോതിരം അതിലേക്ക് ആവശ്യമായി നൽകിയിരിക്കുന്നു. അതുപോലെ കാഞ്ഞിരോളി സൗദാ ബീവി 6666 രൂപ. സുബൈദ കുഞ്ഞിപ്പറമ്പത്ത് 6666 രൂപ. അതുപോലെ തന്നെ ഗർഭിണിയാകുന്ന ഒരു സഹോദരി, ഇരട്ട കുട്ടികളാണ്. സുഖപ്രസവത്തിനും സ്വാലിഹായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനായിട്ട് 6666 രൂപ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. വിഷയം തുടങ്ങിയത് ഇരട്ട കുട്ടികൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോഴതാ ഇരട്ട കുട്ടികളുടെ വിഷയമായി അടുത്ത് വന്നത്. അൽഹംദുലില്ലാഹ്. സന്തോഷം. അല്ലാഹുവേ
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനായ നാഥാ, നിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞപ്പോ മനസ്സിനകത്തുള്ള സ്നേഹത്തിന്റെ വശ്യമാകുന്ന അനുഭവം ഈ സദസ്സിലൂടെ ഞാൻ അറിയുന്നു. അല്ലാ, ഏതാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അവർ തന്നതാണ് നിന്റെ ഹബീബിനെ കാണാനുള്ള ആവശ്യമാണ് അവർ മനസ്സിനെ അലയടിക്കുന്നത്. എല്ലാത്തിനേക്കാളും നിന്റെ ഹബീബാണെന്ന് അവർ വിളിച്ചു പറയുന്നത് തമ്പുരാനെ, ഹബീബിനപ്പുറം മറ്റൊന്നുമില്ല എന്നവർ മുൻകൂട്ടി പറയുമ്പോ അല്ലാഹുവെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. റൗള ശരീഫ് നണയാനും ഹബീബായ തങ്ങളെ ഒന്ന് സിയാറത്ത് നടത്താനും അതുപോലെ ഹജ്ജും സിയാറത്ത് പരിപൂർണമായി കബൂലാക്കി ചെയ്യാനുമുള്ള ഭാഗ്യം അവരോരോരുത്തർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരു ഗർഭിണിയാകുന്ന സഹോദരി തന്റെ ഉദരത്തിൽ കിടക്കുന്ന ഇരട്ട കുട്ടികളുടേതായ സ്മരണയിൽ 6666 രൂപ പടച്ചവനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്ത അല്ലാ പടച്ചവനെ, അതിന് കണ്ണിന് കുളിർമയാകുന്ന ഇരുലോകത്തും ആ ഉമ്മയ്ക്കും ആ പിതാവിനും ഗുണകരമാകുന്ന നല്ല ഓമനത്വം തുളുമ്പുന്ന സന്മാർഗദർശികളാകുന്ന 2 മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പ്രസവം സുഖകരമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ നൊമ്പരമില്ലാതെ പടച്ചവനെ ഒരു സ്വപ്നത്തിന്റെ യാത്ര പോലെയായി ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മുന്താസ് എന്ന സഹോദരി 6666 രൂപ, നഫീസ കാഞ്ഞായി 6666 രൂപ, പേര് പറയാത്തൊരു സഹോദരി ഗൾഫിലുള്ള മകന് വേണ്ടി ദുആ ചെയ്യാൻ 6666 രൂപ. സത്തോത്ത് അഹമ്മദ് സാഹിബിന്റെ പറമ്പിൽ നിന്ന് പറിക്കുന്ന സ്ഥിരമായിട്ട് ഇവിടെ തേങ്ങ നൽകുന്ന ആ കുടുംബത്തിന് വേണ്ടിയും കുറ്റ്യാടി മത്സ്യ മാർക്കറ്റ് വർഷങ്ങളായി മത്സ്യം മാർക്കറ്റ് ചെയ്ത് നമുക്കൂടെ എത്തിച്ചേർക്കുന്ന അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ ഉസ്താദെ, ഞാൻ ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഒരു വീട് വെക്കാൻ ഉസ്താദ് ദുആ ചെയ്യുന്ന ധാരാളം പ്രയാസങ്ങൾ എന്റെ മകന് ജോലി ലഭിച്ചിട്ടുണ്ട്. ആ ജോലിയിൽ ബർക്കത്ത് ചെയ്യുക ഉസ്താദ് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്ന പണം ഞാൻ ഇവിടെ എത്തിക്കും, എനിക്ക് കഴിയുന്ന പണം എത്തിക്കും, അതിന് ഹദ്ദില്ല. ചിലപ്പോ എത്രത്തോളം പടച്ച് ഒരുക്കി കൊടുക്കും അത്രത്തോളം കൊടുക്കും. അല്ലാഹു തആല കൂടുതൽ കൊടുക്കാനുള്ള മഹാഭാഗ്യം ആ കുടുംബത്തിന് നൽകുമാറാകട്ടെ. കുട്ടി സംസാരിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി 1000 രൂപ. ഒരു സഹോദരി വാഗ്ദാനം 250 രൂപ. സംഘാടകനാകുന്ന ഒരു സഹോദരൻ 10000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമർ റഹീമീനായ അല്ലാഹുവേ, കരുണയുള്ള കൃപയുള്ള അല്ലാഹ്, ഒരുപാട് ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് സഹോദരന്മാർ സഹോദരിമാര് നൽകുന്ന ഈ സംഖ്യകൾ, ഈ സഹായങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. റൗള കാണാൻ കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആരൊക്കെ നൽകിയോ എത്രയും പെട്ടെന്ന് റൗള കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വന്തമായ ഭവനമില്ലാത്തൊരു സഹോദരൻ മകന് ജോലി കിട്ടിയിട്ടുണ്ട്, അതിനോടെല്ലാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഹലാലായ സമ്പാദ്യം നൽകിയിട്ട് അവസാനം നല്ലൊരു തുക ഈ സ്ഥാപനത്തിന് കൊടുക്കാ നീ ഭാഗ്യം ചെയ്യണേ അല്ലാഹ്. ബർക്കത്തായ ജോലിയാക്കി നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സംസാരിക്കാത്ത നടക്കാത്ത പൊന്നുകുട്ടിക്ക് വേണ്ടി, ഒരു കുഞ്ഞുമോന് വേണ്ടി നൽകിയ സംഭാവന സ്വീകരിച്ചുകൊണ്ട് പടച്ചവനെ ഖാദിറായ അല്ലാഹ്, സകല കുദറത്തുകളും നിന്റെ കരങ്ങളിലാണല്ലോ അല്ലാഹ്. പടച്ചവനെ, കയ്യെ ചലിപ്പിക്കുന്നവൻ നീയാണ് റബ്ബേ, നാവിനെ സംസാരിപ്പിക്കുന്നവൻ നീയാണല്ലോ, കാലുകളെ ചലിപ്പിക്കുന്നവൻ നീയാണ് തമ്പുരാനെ. ആകാശത്തിൽ സൂര്യന്റെ ചലനം, ചന്ദ്രന്റെ ഭ്രമണം, സൂര്യൻ ചന്ദ്രാദികളുടെ ഗോളങ്ങളുടെ ചലനങ്ങളെല്ലാം നിന്റെ കരങ്ങളിലാണല്ലോ റബ്ബേ. ആ പൊന്നുമോന്റെ ആ കുട്ടിയുടെ
രോഗിയുടെ എല്ലാവിധ അസുഖങ്ങളും മാറ്റി നല്ലപോലെ നടക്കുന്ന, നല്ലതുപോലെ സ്ഫുടമായി സംസാരിക്കുന്ന രീതിയിൽ അവനെ വളർത്തി കൊടുക്കണേ അല്ലാ. ജമീല എന്ന സഹോദരി 6666 രൂപ. അതുപോലെ സഹീറ ബീവി വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ 6666 രൂപ. ഇൻഷാ അല്ലാഹ്. അതുപോലെ സ്വർണം എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യമുള്ള വോളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ടത് ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അല്ലാഹുവേ, കരുണയുള്ള കൃപയുള്ള അല്ലാഹ്, ഈ നൽകിയ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് പടച്ചവനെ റൗളാ ശരീഫ് കാണാൻ ആ പെങ്ങൾക്ക് ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. ഹബീബായ തങ്ങളുടെ ചാരത്ത് വരാതെ അവിടെ റൂഹിനെ നീ എടുക്കല്ലേ അല്ലാഹ്. ഹബീബിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് മനസാന്നിധ്യത്തോടുകൂടി നിഷ്കളങ്കമായ രീതിയിൽ സലാം പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. വീട് പണി പുരോഗതിയിലേക്ക് പോകുന്ന സഹോദരന്റെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുത്തുകൊണ്ട് അല്ലാഹുവേ, കുടുംബസമേതം താമസിക്കാൻ, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആ കുടുംബത്തിന് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഭാഗ്യം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് കൂട്ടത്തിൽ ആർക്കെങ്കിലും സ്വന്തമായ ഭവനമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ അസ്മാൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട്, മമ്പുറം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, മഹാനായ ഉള്ളാളം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, പാറപ്പള്ളി അടങ്ങിയിരിക്കുന്ന സമീപുൽ അൻസാരി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവരെ സ്വന്തമായൊരു വീട് വെച്ച് അതിൽ താമസിക്കാ എല്ലാ കുടുംബങ്ങൾക്കും നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് അവസാന ദിവസം വെടിക്കെട്ടാണ്. എന്റെ ആത്മസുഹൃത്ത്, എന്റെ മിത്രം, മുത്തിലും മുത്തായ മുഹമ്മദ് നിയാസ് എന്ന ആ പൊന്നുമോന്റെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട് അവനോട് ഒത്തുപഠിച്ച 7 കുട്ടികൾ ചേർന്നുകൊണ്ട് ഒരു CD അവന്റെ സ്മരണയിൽ ഇവിടെ നിങ്ങളിലേക്ക് പ്രകാശനം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാനത്തെ ദിവസം നിങ്ങൾ വന്ന് മടങ്ങി പോകുമ്പോൾ ആ ഒരു പൊന്നുമോന്റെ ആത്മീയമായ സന്തോഷത്തിന് വേണ്ടി ഓരോ സീഡിയും കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് പോകാവൂ. അല്ലാഹു തആല അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഭാഗ്യം, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുൽ അസീം ഹുദവി എന്ന് വെച്ചാൽ രാവിലെ മുതൽ കഷ്ടപ്പെടുകയാണ്. അതിന്റെ പെട്ടെന്ന് അത് പൂർത്തിയാക്കി മറ്റൊന്ന് തന്നെ അത് റിലീസ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലാഹു ആ സഹോദരന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം അനുബന്ധമായി നിൽക്കുന്ന ഇതിന്റെ സാരഥികൾക്കെല്ലാം ഉന്നതമായ പ്രതിഫലം അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നീയത്തങ്ങ് വെക്കുക, പടച്ചവൻ എത്തിക്കും റൗദയിൽ. ഉറപ്പെന്ന് പറഞ്ഞ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. എന്തിനാ ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഒന്നുമില്ലാത്ത എന്നെ പടച്ച തമ്പുരാൻ അവിടെ എത്തിക്കാമെങ്കിൽ എന്തെങ്കിലും അല്ലാഹു തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു മനസ്സ് വെച്ചോ സ്വലാത്ത് ചൊല്ലിക്കോ, ദിവസവും മുടങ്ങാതെ ഒരു 101 സ്വലാത്ത് ആ നീയത്തിലങ്ങ് വെച്ച് ചൊല്ലിക്കോ, തീർച്ചയായിട്ടും അല്ലാഹു തആല അവിടെ എത്തിക്കും. അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കാതെ മരിപ്പിക്കാതിരിക്കുമാറാകട്ടെ. അവിടെ വെച്ച് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. അല്ലേ ഉസ്താദേ? ശരി, എന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ് പടച്ചോൻ അവസാനത്തെ ശ്വാസം റൗദയിലായിരിക്കണം. എന്താ അതിന്റെ ഭാഗ്യം? മക്കയിൽ ആഗ്രഹിക്കുന്നില്ല, റൗദയിൽ തന്നെ ആകണം. എന്താ അതിന്റെ അർത്ഥം? നാളെ ഫാത്തിമ ബീവി മഹ്ശറയിലേക്ക് പോകുമ്പോ കൂടെ പോകാം. നാളെ ഉസ്മാൻ തങ്ങൾ മഹ്ശറയിലേക്ക് പോകുമ്പോ കൂടെ പോകാം. നാളെ മഹദിയായ സഫിയ ബീവി പോകുമ്പോ കൂടെ പോകാം. ഇബ്രാഹിം എന്ന പൊന്നുമോൻ പോകുമ്പോ കൂടെ പോകാം. എങ്ങനെ? മാലിക്കുമാവുമ്പോ കൂടെ പോകാം. കാരണം റൗള ഷരീഫിൽ, ആ മദീനയിൽ ജന്നത്തുൽ ബഖീൽ അടക്കപ്പെട്ടവരാണ് നബിതങ്ങളും അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും കഴിഞ്ഞാൽ 4ാമത്തെ വിഭാഗമായിട്ട് മഹ്ശറയിലേക്ക് എത്തിച്ചേരുന്നത് ജന്നത്തുൽ ബഖീൽ കബറടക്കപ്പെട്ടവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. വേറെ ആർക്കും ആ ഭാഗ്യമില്ല. അതുകൊണ്ട് അവിടെ ചെല്ലുക മാത്രമല്ല, അവസാനത്തെ ശ്വാസം അവിടെ ആകട്ടെ എന്നുള്ള ആഗ്രഹവും അഭിലാഷം മുന്നോട്ട് വയ്ക്കുക. അല്ലേ? കൊതിക്കെത്തി പാടാണ്. നാടൊക്കെ വിട്ട് മക്കളെയൊക്കെ വിട്ട് അവിടെ ചെന്നിട്ടല്ലേ സൗഭാഗ്യം, അവിടെയല്ലേ സൗഭാഗ്യം. അള്ളാഹു ആ അനുഗ്രഹത്തിന്റെ വിരുന്നുകാരായ അള്ളാഹു തആല നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി പിറകെ
തന്നാ മതി. ഈ വിഷയത്തിൽ നിന്ന് കുറച്ചു അല്പദൂരം എല്ലാം നടക്കണമല്ലോ. എന്നെ കൊണ്ടുവന്നതേ അവർ ഈ ഉദ്ദേശം. വാഴണം നടക്കണം ഉസ്താദെ, ആവശ്യത്തിന് ഞങ്ങളെ കളക്ഷനും നടക്കണം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി നാളെ മുക്കം ഓർഫനേജില, നാളെ മുതൽ 3 ദിവസം പ്രഭാഷണം. അവിടെയും ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ എനിക്ക് സന്തോഷമാണെന്ന് വെച്ചാൽ മരിച്ചാലൊരു അസറൊക്കെ കാണുമല്ലോ ഇല്ലേ ഹുദൈബ ഉസ്താദെ? ഈ കോളേജിന്റെ കെട്ടിടം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് എന്റെ നാവിൽ ഒരു അടയാളം ഉണ്ടല്ലോ എന്ന് സന്തോഷത്തോടെ മരിക്കാൻ. അതിനകത്തുനിന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ അവർ ഓതുന്ന ഖുർആനിന്റെ മെസ്സിലെ സവാബ് എവിടെയാണോ ഞാൻ കിടക്കുന്ന അവിടെ എത്തിച്ചേരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് എന്റെ നാവ് ഞാൻ ചലിപ്പിക്കണേ. ഒന്നും നേടാനില്ല എനിക്ക് നേടാൻ ആകപ്പാടെ ഇതേപോലുള്ള സൗഭാഗ്യം ഇങ്ങനെ ഉള്ളൂ. ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കുക, ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും നേടിക്കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരൻ സൗബാനത്ത് എന്ന പെങ്ങൾ 6666 രൂപ, സൈനബ വളപ്പിൽ 500 രൂപ, ഒരു സ്ത്രീ 500 രൂപ. എന്റെ മകൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്, ഒരു പ്രയാസം കൊടുത്ത് പഠിക്കാൻ ഉസ്താദ് ദുആ ചെയ്യണമെന്ന്, നല്ല മാർക്കോട് പാസ്സാകാൻ 500 രൂപ നാളെ കൊണ്ടുവരുമെന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനായ നാഥാ, സുബ്ഹാനത്തുന്ന പെങ്ങളെ നൽകിയിരിക്കുന്ന 6666 രൂപ സ്വീകരിച്ചുകൊണ്ട് പടച്ചവനെ റൗള ശരീഫിലേക്ക് ആ പെങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റൗളയിൽ ചെന്നുകൊണ്ട് ഹബീബായ തങ്ങളെ ഒന്ന് കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. സ്വപ്നത്തിലൂടെ പ്രവാചകനെ കണ്ടുകൊണ്ട് അല്ലാഹുവേ നാളത്തെ ആ ഹൗദുൽ കൗസറിന്റെ പാനീയം വാങ്ങി കുടിക്കാനുള്ളതായ അവസരം അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്നതായ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നൽകിയിരിക്കുന്ന സംഭാവന സ്വീകരിച്ചുകൊണ്ട് പടച്ചവനെ ആ മകന്റെ ജീവിതത്തിന് യശസ്സും വളർച്ചയും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു എല്ലാ നന്മകളും ആ കുടുംബത്തിന് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഒരാൾ 6666 രൂപ സംഭാവന നൽകിയിരിക്കുന്ന റഹ്മാനെ, പടച്ചവനെ ഒരു സഹോദരി ഷാദ് മുഹമ്മദ് എന്ന ആ സഹോദരനുമായി ബന്ധപ്പെട്ട 6666 രൂപ, പടച്ചവനെ സൈനബ എന്ന പെങ്ങൾ 6666 രൂപ, ഹജ്ജ് ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ, പടച്ചവനെ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ദുആ ചെയ്യാനായിട്ട് പലരും തരുന്ന റഹ്മാനെ. അല്ലാഹുവേ സൈനബ വളപ്പിൽ എന്ന സഹോദരി 500 രൂപ, പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ദുനിയാവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പടച്ചവനെ ഹജ്ജെന്ന ആഗ്രഹത്തോടുകൂടി ഉംറ എന്ന മോഹത്തോടുകൂടി ആ സഹോദരിമാര് തന്നത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ കറുത്ത പുതപ്പ് കൊണ്ട് പുതച്ചു നിൽക്കുന്ന കഅബ കാണാതെ അവരെ മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ അവിടെ ചെന്നുകൊണ്ട് കഅബയെ മതിവരുവോളം തവാഫ് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ ഹബീബായ തങ്ങളെ തൊട്ടുമുത്തിയെ ചുംബിച്ച റുക്നുൽ യമാനി ഉണ്ടല്ലോ അല്ലാഹ്, അതിനൊന്ന് ചുംബിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ നാഥാ, അതുപോലെ സുബൈദ എന്നവർക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പോകാൻ അതാ 10,000 രൂപ യതീംഖാനയ്ക്ക് നൽകിയിരിക്കുന്നു പടച്ചവരെ. അതുപോലെ ഫാത്തിമ എന്ന സഹോദരിയുടെ രോഗം മാറാനായിട്ട് 2000 രൂപ. അല്ലാഹുവേ എല്ലാവരുടെ മോഹം ഹജ്ജിനും ഉംറയ്ക്കുമാണ് പടച്ചവരെ. ദുന്യവിയായ മോഹങ്ങൾ ആർക്കുമില്ല അല്ലാഹുവേ. സദസ്സിനെ സാക്ഷിയാക്കി, അനാഥമക്കളെ സാക്ഷിയാക്കി പടച്ചവരെ നീ കരുണയുള്ളവനാണല്ലാ, അതിന്റെ അടിമകളോട് സ്നേഹമുള്ളവനാണ് റബ്ബേ. ഹജ്ജിനും ഉംറയ്ക്കും സിയാറത്തിനും നീയത്ത് വെച്ചുകൊണ്ട് ആരൊക്കെ തന്നു അവർക്ക് മതി വരവോ കഅബയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. കഅബയെ മതി വരോളം തവാഫ് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹജറുൽ അസ്വദിന്റെ ഹബീബിന്റെ ചുണ്ട് അമർന്ന ഹജറുൽ അസ്വദ് ഉണ്ടല്ലോ അല്ലാഹുവേ, നിന്റെ ആരിഫീങ്ങളെ ചുണ്ട് അമർന്ന ഹജറുൽ അസ്വദ് ഉണ്ടല്ലോ റബ്ബേ. അത് ആത്മാർത്ഥമായി അതിനൊന്ന് ചുണ്ട് ചേർക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അവിടെ നിന്നുകൊണ്ട് വയറ് നിറയത്തെ വല്ലവോ നെഞ്ചിന്റെ ഭാഗത്ത് വരെ എത്തിച്ചേരുന്ന രീതിയിൽ സംസം കുടിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സഫാ മറുവയിൽ അല്ലാഹുവേ ആത്മാർത്ഥമായിട്ട് പടച്ചവനെ ആവേശത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി റഹ്മാനായ നാഥാ സഫാ മറുവയ്ക്ക് സൈന്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ പുണ്യമാകുന്ന റൗളയിലെത്താനും അല്ലാഹുവേ ഹബീബിനോട് സലാം പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. ഹജ്ജ് എന്ന ആഗ്രഹം പൂർത്തിയാക്കാതെ ആവശ്യപ്പെട്ട ഒരാളുടെ റൂഹിനെ നീ മടക്കല്ല റബ്ബേ. ഇബ്രാഹിം ഇവിടെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ആ പുണ്യമായ റൗളയിലെത്തിക്കൊണ്ട് മടങ്ങാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഖദീജ ഹജ്ജ് 6661 ജമീല 500 രൂപ. അല്ലാഹുവേ പടച്ചവനെ പേരക്കുട്ടി സംസാരിക്കാൻ അല്ലാഹുവേ ഒരു സഹോദരി സംസാരിക്കാൻ വേണ്ടി പേര് പറയാത്ത ഒരു സഹോദരി 5000 രൂപ. പടച്ചവനെ റഹ്മാനായ നാഥ ആ കുഞ്ഞുമോൻ അല്ലാഹുവേ ആ പേരക്കുട്ടി നീ എത്രയും പെട്ടെന്ന് സംസാരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നൽകിയ 6666 രൂപ സ്വീകരിച്ചുകൊണ്ട് ഉംറ നിർവഹിക്കാൻ ഹജ്ജ് നിർവഹിക്കാൻ റൗളയിൽ ചെന്ന് സിയാറത്ത് നടത്താനുള്ള ഭാഗ്യം കൊടുക്കണേ റബ്ബേ. ഒരാളെയും നിർഭാഗ്യരായി മടക്കല്ല റബ്ബേ. വളരെ ആഗ്രഹത്തോടുകൂടി അഭിലാഷത്തോടുകൂടി കൊതിച്ചുകൊണ്ട് നൽകിയ സംഭാവനകളാണല്ലോ. ഒരാളെ തന്നെ നീ പടച്ചവനെ മനസ്സിന് നിരാശ ബാധിപ്പിക്കല്ലേ റഹ്മാനെ. അവരെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ്. സൂറത്തുൻ നഹ്ൽ ശിഫ, എല്ലാ രോഗത്തിനും ശിഫ ഉള്ളത് മുഹമ്മദ് മുസ്തഫ. തണുത്ത വെള്ളത്തിന്റെ കൂടെ ഇത് കുടിച്ചാൽ എന്ത് കിട്ടും ലത്തീഫേ? തണുത്ത വെള്ളത്തിനോട് ചേർത്ത് കുടിച്ചാൽ എന്താ അതിന്റെ ഗുണം? ഫാറ്റാ. ചൂടുവെള്ളത്തിന്റെ കുടിച്ചാ എന്നെ പോലെയാവും. കൊഴുപ്പ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഷുഗർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തേൻ കുടിച്ച ഷുഗർ ഉണ്ടാവോ? തേന് കുടിച്ച ഷുഗർ ഉണ്ടാവോ? 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 ഇല്ല. തേന് കുടിച്ചൊന്നും ആർക്കും ഷുഗർ ഉണ്ടാകത്തില്ല. തേനിന്റെ കൂടെ ജിലേബിയും ലഡ്ഡും ഒക്കെ കഴിച്ച ഷുഗർ ഉണ്ടാകും. ബേക്കറി സാധനങ്ങൾ കഴിച്ച ഷുഗർ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ വരി സൂറത്ത് നഹ്ലിലൂടെ തേനീച്ചകളുടെ മഹത്വത്തെ കുറിച്ച് ഖുർആൻ 14 നൂറ്റാണ്ടിന് മുമ്പ് പറഞ്ഞപ്പോൾ ഖുർആന്റെ മാസ്മരികതയാണ്. പെൺ തേനീച്ചയാണ് നേതൃത്വം കൊടുക്കുന്ന 14 നൂറ്റാണ്ടിന് ഖുർആൻ പറഞ്ഞപ്പോൾ ആധുനിക ലോകം കണ്ടുപിടിച്ചു തേനുണ്ടാക്കാനുള്ള പ്രയാണത്തിൽ നേതൃത്വം ഏറ്റെടുക്കുന്ന പെൺ തേനീച്ചയാണ്. ഖുർആന്റെ ആ പ്രയോഗം തന്നെ സ്ത്രീലിംഗ പ്രയോഗം. സ്ത്രീലിംഗ പ്രയോഗം എന്താണ്? പെൺ തേനീച്ചയാണ് നീ സ്വീകരിച്ചോ എന്ന് വളരെ വ്യക്തമായ രീതിയിൽ. അതുകൊണ്ട് അല്ലാഹു തആല ശിഫ ഉണ്ടെന്ന് പറഞ്ഞ ഒരാളെ സംഭാവന നൽകിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞ ഒരു വില ഒരാള് ആരാ? സ്വഹാബത്തിന്റെ ബർക്കത്ത് നേടിയെടുക്കാൻ 313 വിളിക്കാൻ ആരുണ്ട്? 313 വിളിക്കാൻ മത്സരമാണ്. ആരാ? ബിസ്മി 786 വിളിക്കാൻ 1000 വിളിച്ചിരിക്കുന്ന ആരാണ്? 2001 വിളിക്കാനുള്ളത്? ആരുണ്ട് 2001? അല്ലാഹുവേ, ആരൊക്കെ ഈ വിളിയാളത്തിൽ പങ്കെടുക്കുന്നുവോ നാളെ സ്വർഗത്തിലേക്കുള്ള വിളിയാളം നടക്കുമ്പോ വിശുദ്ധ സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇതിൽ പങ്കുചേരുന്നവർക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. നാളെ സ്വർഗത്ത് തേനിനാലുള്ള പുഴയുണ്ടല്ലോ റബ്ബേ. ആ തേനിനാലുള്ള സ്വർഗത്തിന്റെ പുഴയിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യവും ഇത് കൊണ്ടുപോകുന്ന കുടുംബത്തിന് കൊടുക്കണേ അല്ലാ. ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന കുടുംബത്തിന്റെ ഉദര രോഗങ്ങൾ പടച്ചവനെ, മാരകമാകുന്ന ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, എയ്ഡ്സ് പോലെ, എബോള പോലെ അല്ലാഹുവേ ശരീരത്തിന് തളത്തിൽ കളയുന്ന മാരക രോഗങ്ങളുണ്ടല്ലോ, എല്ലാ രോഗങ്ങൾക്കും തടസ്സമായിട്ട് ശിഫയായിട്ട് നീ ഒരു ഭാഗ്യം കൊടുക്കണേ അല്ലാ. 2001 3333 വിളി വന്നു പോയി.
ആരാണുള്ളത്? നാരിയസ്വലാത്തിന്റെ എണ്ണമനുസരിച്ച് 4444 നാരിയസ്വലാത്ത്. നരകത്തിന്റെ തീനാളങ്ങൾ അണച്ചു കളയുന്ന സ്വലാത്തുന്നാരിയുണ്ടല്ലോ. ഏത് പ്രയാസങ്ങൾക്ക് തീയുടെ വേഗതയിൽ പ്രയാസത്തിലുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ പുണ്യാത്മാക്കൾ പണ്ടുകാലം മുതലേ 4444 വട്ടം നാരിയസ്വലാത്ത് ചൊല്ലിയിട്ട് ആവശ്യം മുന്നിലോട്ട് വെക്കുമ്പോ അല്ലാഹു തആല ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി തരികയാണ്. അതുകൊണ്ട് ഹബീബിന്റെ ബർക്കത്തിന് വേണ്ടി 4444 ആരാ ഉള്ളത്? 4444 ആരാ ഉള്ള? പെങ്ങന്മാർക്കും വിളിക്കാം, സഹോദരന്മാരാ 4444 വിളിക്കാം. തേനിന്റെ വിലയും 4444 മഹത്വം കൂടെ തട്ടിച്ചോക്കിട്ടാരും കൊണ്ടുപോകരുത്. കൊണ്ടുപോകുന്നതിന്റെ മഹത്വം മജ്ലിസിന്റെ ദുആ ബർക്കത്ത് അത് മാത്രം ലക്ഷ്യം വെക്കുക. 4444 രൂപയ്ക്ക് ആരാ കൊണ്ടുപോകുന്നേ? കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി എല്ലാ രോഗങ്ങൾക്ക് ശിഫയാകണമെന്ന നീയത്തോടുകൂടി ഏത് സഹോദരനാണ് ഏത് സഹോദരിയാണ് കൊണ്ടുപോകുന്നത്? ഇൻഷാ അല്ലാഹ്. ആരാ വിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ടുപോണേ? ആരുണ്ട് 4444? ഹൽ മിൻകും അഹദ്? ആരെങ്കിലും ഉണ്ടോ? അറ്റമില്ലാതിരിക്കുന്ന രീതി ആരെങ്കിലും ഉണ്ടോ? 4444 4444 എനിവൺ? ഇവിടെ അബ്ദുള്ള മാഷ് ഇവിടെ വിളിച്ചു 4444 ഇവിടെ വിളിച്ചു. യത്തീംഖാനയുടെ മാനേജർ 4444 രൂപ വിളിച്ച് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാന്. ആ കുടുംബത്തിലെ മുഴുവൻ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആരാ ഉള്ളേ? 5555 വിളിക്കാൻ ആരാ ഉള്ളേ? പെട്ടെന്നാകട്ടെ ഇൻഷാ അല്ലാഹ്. 5155 വിളിക്കാൻ